ഹായ് എവരി വൺ. നമ്മൾ തേർഡ് ചാപ്റ്ററായ ബിഹൈൻഡ് സെൻസേഷൻസ് അല്ലെങ്കിൽ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പാർട്സ് ഓഫ് ഐ അല്ലെങ്കിൽ കണ്ണിന്റെ ഭാഗങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ ഓഫ് റെറ്റിന. അതായത് റെറ്റിന എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്നർ ലെയർ ഓഫ് ഐ ആയിരുന്നു ഇല്ലേ? അതായത് കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. അപ്പൊ ഈ റെറ്റിനയുടെ സെക്ഷൻ അല്ലെങ്കിൽ ഛേദം എടുത്തു നോക്കിയാൽ അതിനകത്തില് കാണപ്പെടുന്ന സെൽ ലേയേഴ്സ് അല്ലെങ്കിൽ കോശപാളികൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ സെൽ ലേയേഴ്സ് ഇൻ റെറ്റിന, റെറ്റിനയിലുള്ള കോശപാളികൾ. റെറ്റിനയിലുള്ള കോശപാളികൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഫോട്ടോ റിസപ്റ്റർ ലെയർ അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളുടെ പാളി എന്നറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് അതായത് റെറ്റിനയിലുള്ള ഒരു സെൽ ലെയർ ആണ് ഏത്? ഫോട്ടോ റിസപ്റ്റർ ലെയർ അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളുടെ പാളി. പ്രകാശഗ്രാഹികളുടെ പാളി എന്ന് പറയുമ്പോൾ അവിടെ പ്രകാശഗ്രാഹികൾ അല്ലെങ്കിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നു. അപ്പൊ ഈ കണ്ണിനുള്ളിലെ ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്: റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. അപ്പൊ ഇതിനകത്തിലെ റോഡ് സെൽസ് അല്ലെങ്കിൽ റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് ഡിം ലൈറ്റിലും അതുപോലെ തന്നെ ബ്ലാക്ക്, വൈറ്റ് തുടങ്ങിയവയിലും ഒബ്ജക്ട്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? റോഡ് സെൽസ് അല്ലെങ്കിൽ റോഡ് കോശങ്ങൾ. ദെൻ അതുപോലെ തന്നെ കോൺ സെൽസ് അല്ലെങ്കിൽ കോൺ കോശങ്ങൾ അതെന്ന് പറയുന്നത് ഇന്റൻസ് ലൈറ്റ് അല്ലെങ്കിൽ തീവ്ര പ്രകാശത്തിൽ വസ്തുക്കളെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കളേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നിറങ്ങൾ തിരിച്ചറിയാനും കോൺ സെൽസ് സഹായിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആയ റോഡ് സെൽസും കോൺ സെൽസും ഉള്ള സെൽ ലെയർ അല്ലെങ്കിൽ കോശപാളിയാണ് ഏതെന്ന് പറയുന്നത്? ഫോട്ടോ റിസപ്റ്റർ ലെയർ അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളുടെ പാളി. അപ്പൊ അവിടെ ഏതൊക്കെയാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത്? റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. റോഡ് സെൽസ് എന്ന് പറയുന്നത് ഡിം ലൈറ്റിലും അതുപോലെ തന്നെ ബ്ലാക്കിലും വൈറ്റിലും ഒക്കെ വസ്തുക്കളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ കോൺ സെൽസ് എന്ന് പറയുന്നത് ഇന്റൻസ് ലൈറ്റിലും അതുപോലെ തന്നെ കളർ ഐഡന്റിഫൈ ചെയ്യാനും സഹായിക്കുന്നു. അപ്പൊ ഈ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ള സെൽ ലെയർ ആണ് ഏതെന്ന് പറയുന്നത്? ഫോട്ടോ റിസപ്റ്റർ ലെയർ. ദെൻ അടുത്തതെന്ന് പറയുന്നത് ബൈപോളാർ സെൽ ലെയർ, ബൈപോളാർ കോശപാളി എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ ബൈപോളാർ സെൽ ലെയർ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള ബൈപോളാർ സെൽസ് ആണ് കാണപ്പെടുന്നത്: ഓൺ ബൈപോളാർ സെൽസ് ആൻഡ് ഓഫ് ബൈപോളാർ സെൽസ്. ഓൺ ബൈപോളാർ കോശങ്ങളും ഓഫ് ബൈപോളാർ കോശങ്ങളും. അപ്പൊ അവയുടെ ഫംഗ്ഷൻ ഒക്കെ എന്തുവാണെന്ന് നമ്മൾ ഇനി പഠിക്കും. അപ്പൊ ഈ ഓൺ ബൈപോളാർ സെൽസും ഓഫ് ബൈപോളാർ സെൽസും എവിടെ കാണപ്പെടുന്നു? ബൈപോളാർ സെൽ ലെയർ അല്ലെങ്കിൽ ബൈപോളാർ കോശപാളിയിൽ കാണപ്പെടുന്നു. ഇതെന്ന് പറയുന്നത് ഫോട്ടോ റിസപ്റ്ററിൽ നിന്നും ഇമ്പൾസസിനെ ഗാംഗ്ലിയോൺ സെൽ ലെയറിലേക്ക് എത്തിക്കുന്നു. അതായത് ഗാംഗ്ലിയോൺ കോശപാളി എന്ന് പറയുന്ന റെറ്റിനയുടെ ഒരു കോശപാളി ഉണ്ട്. അപ്പൊ അവിടേക്ക് ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങളെ എവിടെ നിന്നും? ഫോട്ടോ റിസപ്റ്റർ ലെയർ അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളുടെ പാളിയിൽ നിന്നും ആവേഗങ്ങളെ ഗാംഗ്ലിയോൺ സെൽ ലെയർ അല്ലെങ്കിൽ ഗാംഗ്ലിയോൺ കോശപാളിയിലേക്ക് എത്തിക്കുന്നു. അപ്പം അടുത്ത ലെയർ എന്ന് പറയുന്നത് ഏതാണ്? ബൈപോളാർ സെൽ ലെയർ അല്ലെങ്കിൽ ബൈപോളാർ കോശപാളിയാണ്. ഇതെന്ന് പറയുന്നത് ഇമ്പൾസസിനെ ഫോട്ടോ റിസപ്റ്റർ ലെയറിൽ നിന്നും ഗാംഗ്ലിയോൺ സെൽ ലെയറിലേക്ക് എത്തിക്കുന്നു. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ സെൽ ലെയർ അല്ലെങ്കിൽ ഗാംഗ്ലിയോൺ കോശപാളിയാണ്. ഗാംഗ്ലിയോൺ എന്തുവാണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ റെറ്റിനയിലുള്ള ഒരു സെൽ ലെയർ ആണ് ഏതെന്ന് പറയുന്നത്? ഗാംഗ്ലിയോൺ സെൽ ലെയർ. അപ്പൊ ഈ ഗാംഗ്ലിയോൺ സെൽ ലെയർ എന്ന് പറയുന്നത് ബൈപോളാർ സെൽ ലെയറിൽ നിന്നും ഇമ്പൾസസിനെ ഒപ്റ്റിക് നെർവിലേക്ക് എത്തിക്കുന്നു. ഒപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേത്രനാടി ഇല്ലേ? നേത്രനാടിയാണ് ക്യാരിയിങ് ഇമ്പൾസസ് ഫ്രം ഐസ് ടു ബ്രെയിൻ. അതായത് കണ്ണുകളിൽ നിന്നും ആവേഗങ്ങളെ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന നെർവ് അല്ലെങ്കിൽ നാഡിയാണ് ഏതെന്ന് പറയുന്നത്? ഒപ്റ്റിക് നെർവ് ഇല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ബൈപോളാർ സെൽ ലെയറിൽ നിന്നും ഇമ്പൾസസിനെ ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ നേത്രനാടിയിലേക്ക് എത്തിക്കുന്നത് ഏത് ഭാഗമാണ്? ഗാംഗ്ലിയോൺ സെൽ ലെയർ ആണ്. അപ്പൊ ഏതൊക്കെയാണ് റെറ്റിനയിലുള്ള സെൽ ലെയേഴ്സ് അല്ലെങ്കിൽ കോശപാളികൾ? ഫോട്ടോ റിസപ്റ്റർ ലെയർ, ബൈപോളാർ സെൽ ലെയർ, ഗാംഗ്ലിയോൺ സെൽ ലെയർ. ഫോട്ടോ റിസപ്റ്റർ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആയ റോഡ് സെൽസും കോൺ സെൽസും കാണപ്പെടുന്നു. ബൈപോളാർ സെൽ ലെയർ എന്ന് പറയുമ്പോൾ ഓഫ് ബൈപോളാർ സെല്ലും ഓൺ ബൈപോളാർ സെൽസും കാണപ്പെടുന്നു. ട്രാൻസ്മിറ്റിംഗ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റിസപ്റ്റർ സെൽ ലെയർ ടു ഗാംഗ്ലിയോൺ സെൽ ലെയർ. ദെൻ ഗാംഗ്ലിയോൺ സെൽ ലെയർ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് ഇമ്പൾസസ് ഫ്രം ബൈപോളാർ സെൽ ലെയർ ടു ഒപ്റ്റിക് നെർവ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കണ്ണുകളിലേക്ക് പ്രകാശം പതിക്കുന്നത് ഒരേ ഇന്റൻസിറ്റിയിലൊന്നുമല്ല ഇല്ലേ? ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത് ഡിം ലൈറ്റ് അല്ലെങ്കിൽ മങ്ങിയ പ്രകാശമാണ്. ഇനി ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ഇന്റൻസ് ലൈറ്റ് അല്ലെങ്കിൽ തീവ്ര പ്രകാശവും പതിക്കാറുണ്ട്. ഡിം ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ വസ്തുക്കളെ കാണണം. ഇന്റൻസ് ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്റൻസ് ലൈറ്റ് അല്ലെങ്കിൽ തീവ്ര പ്രകാശം കണ്ണിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ റെറ്റിനയൊക്കെ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? റെറ്റിനയ്ക്കൊക്കെ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശ പ്രകാശത്തിന്റെ അളവ് ക്രമീകരിക്കണം. അതിനെ സഹായിക്കുന്നത് നമ്മുടെ പ്യൂപ്പിളാണ്. അതായത് കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത അനുസരിച്ച് നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ്
സൈസ് എന്ത് ചെയ്യാറുണ്ട്, കൂടാറും കുറയാറുമുണ്ട്. അപ്പൊ ഇങ്ങനെ പ്യൂപ്പിളിന്റെ സൈസ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഡിം ലൈറ്റിൽ വസ്തുക്കളെ കാണാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ഇന്റൻസ് ലൈറ്റ് കൂടുതൽ കണ്ണിലേക്ക് പതിക്കാതിരിക്കാൻ സഹായിക്കുന്നതും എന്താണ്, ഈ പ്യൂപ്പിളിന്റെ സൈസ് കൂടാനും കുറയാനും ഉള്ള കഴിവാണ്. അപ്പൊ ഈ പ്യൂപ്പിളിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്നത് ഐറിസിലുള്ള 2 തരത്തിലുള്ള മസിൽസ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇല്ലേ. അപ്പൊ ഈ ഐറിസിലുള്ള 2 തരത്തിലുള്ള മസിൽസ് എന്ന് പറയുന്നത്, ഒന്ന് സർക്കുലാർ മസിൽ അല്ലെങ്കിൽ വലയ പേശികൾ, ദെൻ 2 റേഡിയൽ മസിൽ അല്ലെങ്കിൽ റേഡിയൽ പേശികൾ. ഇങ്ങനെ ഐറിസിലുള്ള 2 തരത്തിലുള്ള മസിൽസ് അല്ലെങ്കിൽ പേശികളാണ് പ്യൂപ്പിളിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്നത്. ഏതൊക്കെയാണ്? സർക്കുലാർ മസിൽ അല്ലെങ്കിൽ വലയ പേശികൾ, അതുപോലെ തന്നെ റേഡിയൽ മസിൽ അല്ലെങ്കിൽ റേഡിയൽ പേശികൾ. ഇപ്പം ഇന്റൻസ് ലൈറ്റ് ആണ് കണ്ണിലേക്ക് പതിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് തീവ്രപ്രകാശമാണ് കണ്ണിലേക്ക് പതിക്കുന്നതെങ്കിൽ ആ പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി, തീവ്രത കുറയ്ക്കണം അല്ലെ. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്യൂപ്പിളിന്റെ സൈസ് കുറയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നത് സർക്കുലാർ മസിൽസ് ആണ്. അതായത് ഇന്റൻസ് ലൈറ്റ്, തീവ്രപ്രകാശത്തിൽ സർക്കുലാർ മസിൽ അല്ലെങ്കിൽ വലയ പേശികൾ കോൺട്രാക്ട് ചെയ്യുന്നു, സങ്കോചിക്കുന്നു. അപ്പൊ ഇന്റൻസ് ലൈറ്റ് അല്ലെങ്കിൽ തീവ്രപ്രകാശത്തിൽ സർക്കുലാർ മസിൽ അല്ലെങ്കിൽ വലയ പേശികൾ എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു, സങ്കോചിക്കുന്നു. അപ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് കുറയുന്നു. ഇനി ഡിം ലൈറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ മങ്ങിയ പ്രകാശം പതിക്കുമ്പോൾ നമുക്ക് വസ്തുക്കളെ കാണണം ഇല്ലേ. ഡിം ലൈറ്റ് ആകുമ്പോൾ റേഡിയൽ മസിൽ അല്ലെങ്കിൽ റേഡിയൽ പേശികൾ കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്യുന്നത് ഏത് സമയത്താണ്? ഡിം ലൈറ്റിലാണ് അല്ലെങ്കിൽ മങ്ങിയ പ്രകാശത്തിലാണ്. അപ്പൊ ഇങ്ങനെ ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. അതിന്റെ ഫലമായിട്ട് പ്യൂപ്പിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്യൂപ്പിളിന്റെ വലിപ്പം കൂടുന്നു. അപ്പൊ ഇങ്ങനെ പ്യൂപ്പിളിന്റെ സൈസ് ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്നത് ഐറിസിലുള്ള 2 മസിൽസ് ആണ്. ഏതൊക്കെയാണ്? റേഡിയൽ മസിലും അതുപോലെ തന്നെ സർക്കുലാർ മസിലും. ഇന്റൻസ് ലൈറ്റ് അല്ലെങ്കിൽ തീവ്രപ്രകാശത്തിൽ സർക്കുലാർ മസിൽ അല്ലെങ്കിൽ വലയ പേശികൾ കോൺട്രാക്ട് ചെയ്യുന്നു. ഇനി ഡിം ലൈറ്റ് ആകുമ്പോഴത്തേക്ക് റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പം ഇന്റൻസ് ലൈറ്റിൽ പ്യൂപ്പിളിന്റെ സൈസ് കുറയുന്നു, ഡിം ലൈറ്റിൽ പ്യൂപ്പിളിന്റെ സൈസ് കൂടുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ലെൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പം ലെൻസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ലെൻസ് ആയിരുന്നു നമ്മുടെ കണ്ണിലുള്ളത്? കോൺവെക്സ് ലെൻസ് ആണ് ഇല്ലേ. ഇമേജ് ഫോർമേഷന് സഹായിക്കുന്നു, റെറ്റിനയിലെ ഇമേജ് ഫോർമേഷന് സഹായിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ലെൻസിന്റെ പാർട്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒരു ലെൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 പാർട്സ് ആണ് ഉള്ളത്: ക്യാപ്സ്യൂൾ, ലെൻസ് ഫൈബേഴ്സ്, എപ്പിത്തീലിയം. അപ്പൊ ഇങ്ങനെ 3 പാർട്സ് ആണ് എന്തിനുള്ളത്? നമ്മുടെ ലെൻസിനുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ലെൻസിന്റെ 3 പാർട്സ്? ക്യാപ്സ്യൂൾ, ലെൻസ് ഫൈബേഴ്സ് ആൻഡ് എപ്പിത്തീലിയം. അതായത് ലെൻസിനെ കവർ ചെയ്ത് ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇലാസ്റ്റിക സ്വഭാവമുള്ള ഒരു ഉറയുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സ്യൂൾ. അപ്പൊ ലെൻസിനെ കവർ ചെയ്യുന്ന മെംബ്രെയിന്റെ പേരെന്താണ്? ഇലാസ്റ്റിക് മെംബ്രെയിൻ ആണ്. അതിന്റെ പേരെന്താണ്? ക്യാപ്സ്യൂൾ. ഇനി ഇത് കൂടാതെ നമ്മളുടെ ലെൻസിനകത്തിൽ കാണപ്പെടുന്നതാണ് ലെൻസ് ഫൈബേഴ്സ്, അതുപോലെ തന്നെ എപ്പിത്തീലിയം. ഇനി ക്യാപ്സ്യൂളിനും ലെൻസ് ഫൈബേഴ്സിനും ഇടയിൽ മുൻഭാഗത്തായിട്ട് മാത്രം കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? എപ്പിത്തീലിയം. ഇനി ഒരാളുടെ ലൈഫ് ടൈമിൽ മൊത്തം എപ്പിത്തീലിയമാണ് ലെൻസ് ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ലെൻസ് ഫൈബേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? എപ്പിത്തീലിയം ആണ്. എപ്പിത്തീലിയം എന്ന് പറയുന്നത് കാണപ്പെടുന്നത് ഏതിനൊക്കെ ഇടയിലാണ്? ക്യാപ്സ്യൂളിനും ലെൻസ് ഫൈബേഴ്സിനും ഇടയിലായിട്ട് മുൻഭാഗത്തായിട്ട്, അതായത് ആന്റീരിയർ പാർട്ടിലാണ് എന്ത് കാണപ്പെടുന്നത്? എപ്പിത്തീലിയം. ഒരു ആളുടെ ലൈഫ് ടൈം മുഴുവൻ എപ്പിത്തീലിയമാണ് എന്തിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്? ലെൻസ് ഫൈബേഴ്സ് അല്ലെങ്കിൽ ലെൻസ് നാരുകളുടെ ഉൽപാദനത്തിന് സഹായിക്കുന്നത്. അപ്പൊ ലെൻസിന്റെ 3 പാർട്സ് ഏതൊക്കെയാണ്? ക്യാപ്സ്യൂൾ, ലെൻസ് ഫൈബേഴ്സ്, എപ്പിത്തീലിയം. ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ലെൻസിനെ കവർ ചെയ്യുന്ന ഇലാസ്റ്റിക് മെംബ്രെയിൻ ആണ്. അതുകൂടാതെ ലെൻസ് ഫൈബേഴ്സ്, എപ്പിത്തീലിയം തുടങ്ങിയവ ലെൻസിലുണ്ട്. അപ്പൊ ഇതിനകത്തിലെ ക്യാപ്സ്യൂളിനും ലെൻസ് ഫൈബേഴ്സിനും ഇടയിൽ മുൻഭാഗത്തായിട്ട് എന്ത് കാണപ്പെടുന്നു? എപ്പിത്തീലിയം കാണപ്പെടുന്നു. ഇനി ഒരാളുടെ ലൈഫ് ടൈം മുഴുവനും എപ്പിത്തീലിയമാണ് ലെൻസ് ഫൈബേഴ്സ് അല്ലെങ്കിൽ ലെൻസ് നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ലെൻസിന്റെ സ്ട്രക്ചറൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. അതായത് ലെൻസ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രോട്ടീൻ കൊണ്ടാണ്. അപ്പോൾ ലെൻസിന്റെ നിർമ്മാണ ഘടകം എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലിൻ. അപ്പൊ ഈ ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് ലെൻസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ദ സ്ട്രക്ചറൽ കമ്പോണന്റ് ഓഫ് ലെൻസ് ഈസ് എ പ്രോട്ടീൻ ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ക്രിസ്റ്റലിൻ. അപ്പൊ ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് ലെൻസിന്റെ നിർമ്മാണ ഘടകം. ഇനി അതുകൂടാതെ തന്നെ ലെൻസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ദ്രവമാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അതുപോലെ തന്നെ പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്ക് ഈ ലെൻസിന്റെ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, വഴക്കമൊക്കെ നഷ്ടപ്പെടും. അതോടുകൂടി നമ്മളുടെ വിഷനും കുറച്ച്, അതായത് കാഴ്ചയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഏജ്ഡ് ആകുമ്പോഴത്തേക്ക് എന്തോ സംഭവിക്കുന്നു? ലെൻസിന്റെ ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി, അതായത് സുതാര്യതയും
വഴക്കവും നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രായമായവരിൽ കാഴ്ചശക്തിക്ക് കുറവ് അനുഭവപ്പെടുന്നത്. ലെൻസിനെ സീലിയറി മസിൽസിൽ ഉറപ്പിച്ചിരിക്കുന്നത് എന്താണ്? ലിഗമെന്റ്സ് അല്ലെങ്കിൽ സ്നായുക്കളാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെയും കാണാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അടുത്തുള്ള വസ്തുക്കളെയും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു എബിലിറ്റി, അതായത് നമ്മുടെ കണ്ണിന് ഒരു കഴിവുണ്ട്. എന്താണ് ആ കഴിവ്? ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളുടെയും ഒക്കെ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുത്താനുള്ള കഴിവുണ്ട് അല്ലേ. അപ്പൊ അത് കൃത്യമായിട്ടാണ് ആ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അതായത് ദൂരെയുള്ള വസ്തുക്കളുടെയും അടുത്തുള്ള വസ്തുക്കളുടെയും ഇമേജ് ഫോർമേഷൻ കൃത്യമായിട്ട് രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അതായത് ദ എബിലിറ്റി ഓഫ് ദ ഐ ടു ഫോക്കസ് ഇമേജ് ഓഫ് ബോത്ത് നിയർ ആൻഡ് ഡിസ്റ്റന്റ് ഓബ്ജെക്ട്സ് അക്യുറേറ്റ്ലി ഓൺ ദ റെറ്റിന ഈസ് കാൾഡ് പവർ ഓഫ് അക്കോമഡേഷൻ. അതായത് ദൂരെയുള്ള വസ്തുക്കളുടെയും അടുത്തുള്ള വസ്തുക്കളുടെയും പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പൊ ഇതെന്ന് പറയുന്നത് സാധ്യമാകുന്നത് നമ്മുടെ സീലിയറി മസിൽസിന്റെ സഹായത്തോടു കൂടി ലെൻസിന്റെ കർവേച്ചർ അല്ലെങ്കിൽ വക്രത കൂടുകയും കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യണം അല്ലെ. ലെൻസിന്റെ വക്രത കൂടുകയും കുറയുകയും ചെയ്യണം. അതെപ്പോഴാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്? നമ്മൾ വസ്തുക്കളെ, ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോഴും അതുപോലെ തന്നെ അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോഴുമാണ് നമ്മളുടെ ലെൻസിന്റെ കർവേച്ചർ അല്ലെങ്കിൽ വക്രതയിൽ വ്യത്യാസം വരുന്നത്. ആ വക്രതയിൽ വ്യത്യാസം വരുത്താൻ സഹായിക്കുന്ന ആരാണ്? സീലിയറി മസിൽസ് ആണ്. അപ്പൊ ഈ സീലിയറി മസിൽസുമായിട്ട് നമ്മളുടെ ലെൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അല്ലെ. അതിനെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണ്? ലിഗമെന്റ്സ് അല്ലെങ്കിൽ സ്നായുക്കളാണ്. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഈ സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികളുടെ സഹായത്തോടു കൂടിയാണ് ലെൻസിന്റെ കർവേച്ചർ അല്ലെങ്കിൽ വക്രത കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്നത്. എപ്പോഴാണ് ലെൻസിന്റെ കർവേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുന്നത്? അത് നമ്മൾ ദൂരെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും ഒക്കെ നോക്കുമ്പോഴാണ്. ഇനി ഈ ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും ഒക്കെ നോക്കുമ്പോൾ നമ്മളുടെ ലെൻസ്, സീലിയറി മസിൽസ്, അതുപോലെ തന്നെ ലിഗമെന്റ്സ് തുടങ്ങിയവയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിൽ ആദ്യത്തേത് വൈ വ്യൂവിങ് എ ഡിസ്റ്റന്റ് ഓബ്ജെക്ട്, അതായത് ദൂരെയുള്ള വസ്തുവിനെ കാണുമ്പോൾ നമ്മളുടെ സീലിയറി മസിൽസിനും ലെൻസിനും ഒക്കെ എന്താണ് മാറ്റം ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ദൂരെയുള്ള വസ്തുവിനെയാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് സീലിയറി മസിൽസ് റിലാക്സ്, അതായത് സീലിയറി മസിൽസ് എന്ത് ചെയ്യുന്നു? ഒരു വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നു. ഇനി കർവേച്ചർ ഓഫ് ദ ലെൻസ് ഡിക്രീസസ്, അതായത് ദൂരെയുള്ള വസ്തുവിനെയാണ് കാണുന്നത് അല്ലെ. അപ്പൊ ലെൻസിന്റെ വക്രത എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. അതുപോലെ തന്നെ ലിഗമെന്റ് സ്ട്രെച്ച്, ലിഗമെന്റ് വലിയുന്നു. അപ്പൊ ഇത്രയും ചേഞ്ചസ് ആണ് ദൂരെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ദൂരെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ നമ്മളുടെ സീലിയറി മസിൽസിനും ലെൻസിനും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ? സീലിയറി മസിൽസ് എന്ത് ചെയ്യുന്നു? റിലാക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നു. ദെൻ കർവേച്ചർ ഓഫ് ലെൻസ് ഡിക്രീസസ്, ലെൻസിന്റെ വക്രത കുറയുന്നു. ലിഗമെന്റ് സ്ട്രെച്ച്, ലിഗമെന്റ് വലിയുന്നു. ദെൻ അടുത്തതെന്ന് പറയുന്നത് വൈൽ വ്യൂയിങ് എ നിയർ ഒബ്ജെക്ട്, അതായത് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ നമ്മളുടെ സീലിയറി മസിൽസിനും ലെൻസിനും ഒക്കെ എന്താണ് മാറ്റം ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നിയർ ബൈ ഒബ്ജെക്ട് അല്ലെങ്കിൽ അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ നമ്മളുടെ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു, സീലിയറി പേശികൾ ചുരുങ്ങുന്നു. കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ്, ലെൻസിന്റെ വക്രത കൂടുന്നു. ലിഗമെന്റ്സ് റിലാക്സ്, ലിഗമെന്റ്സ് വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ എന്തൊക്കെയാണ് അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ നമ്മളുടെ സീലിയറി മസിൽസിനൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ? അതായത് അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ്, അതായത് അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ ലെൻസിന്റെ വക്രത എന്ത് ചെയ്യുന്നു? കൂടുന്നു. ലിഗമെന്റ്സ് റിലാക്സ്, ലിഗമെന്റ്സ് വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ ഇത്രയുമാണ് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ്. അപ്പൊ നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും കാണാൻ സാധിക്കുന്നുണ്ട്, അകലെയുള്ള വസ്തുക്കളെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ലെൻസിന്റെ കർവേച്ചറിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് അടുത്തുള്ള വസ്തുവിനെയും ദൂരെയുള്ള വസ്തുവിനെയും ഒക്കെ കാണാൻ സാധിക്കുന്നത് അല്ലെ. കർവേച്ചർ ഓഫ് ലെൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികളാണ്. അപ്പം ഈ അടുത്തുള്ള വസ്തുവിനെ അകലെയുള്ള വസ്തുവിനെ ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ലെൻസിനും ലിഗമെന്റ്സിനും ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക്